നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ നടന്ന മൺഡേ നൈറ്റ് റോയിൽ വെച്ച് ബാക്ക് സ്റ്റേജ് ദ റോക്ക് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നതാണ് എന്തുകൊണ്ടാണ് ദ റോക്ക് ബാക്ക് സ്റ്റേജ് WWE ബാക്ക് സ്റ്റേജ് വന്നത് നമ്മൾ നോക്കുന്നതാണ്. നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിന് ഫാസ്റ്റ് ലൈനിൽ ആരോടായിരിക്കും മാച്ച് എന്നാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയുടെ അങ്ങ് പോയേക്കാം. Gotta know that nothing lasts forever. നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോമൻ റെയിൻസ് വരുന്ന റോ എപ്പിസോഡ് ദ റോക്കും കൂടെ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോക്ക് എന്തുകൊണ്ട് അന്ന് നടന്ന മൺഡേ നൈറ്റ് റോയിൽ വന്നതെന്ന് വെച്ചാൽ അന്ന് റിക് ഫ്ലെയറിൻ്റെ 70 വയസ്സിൻ്റെ പിറന്നാളിൻ്റെ ഒരു സെലിബ്രേഷൻ അവിടെ നടന്നായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി പങ്കെടുക്കാനാണ് ദ റോക്ക് വന്നത്. അതും കൂടാതെ ആ സെലിബ്രേഷന് പങ്കെടുക്കുകയും ചെയ്തു. അതേപോലെ റോമൻ റെയിൻസിന് അതുപോലെ ബാറ്റിസ്റ്റയൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു ദ റോക്ക്. അതായിട്ട് റോക്ക് പോകുകയായിരുന്നു ചെയ്തത്. എന്തുകൊണ്ടാണ് റോക്കിനെ ബാക്ക് സ്റ്റേജ് മാത്രം നിർത്തിയത്, എന്തുകൊണ്ടാണ് റോക്ക് റിങ്ങിൽ വരാതെ നമുക്ക് നോക്കാം. ഇപ്പോഴൊക്കെ റൂമറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോക്കിനെ റെസ്ലിമേനിയ 35 ഈ ഒരു റെസ്ലറാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ധാരാളം റൂമറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റോക്കിന് ആ മൺഡേ നൈറ്റ് റോയിൽ വെച്ച റിങ്ങിലോട്ട് വരുമായിരുന്നെങ്കിൽ ഇപ്പം ധാരാളം റൂമറുകൾ ഇനിയും വന്നുകൊണ്ടിരുന്നതിന് റെസ്ലിമേനിയ 35 റോക്കിൻ്റെ കൂടെ മത്സരിക്കുന്നതാണെന്ന് പറഞ്ഞ് ധാരാളം റൂമറുകളൊക്കെ വന്നതിന് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റോക്കിനെ റിങ്ങിൽ കൊണ്ടുവരാതിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിന് ഫാസ്റ്റ് ലൈനിൽ ആരായിരിക്കും മത്സരിക്കുന്നത് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. റോമൻ റെയിൻസ് ഇപ്പം കഴിഞ്ഞ മൺഡേ നൈറ്റ് റോയിൽ വെച്ച് റിട്ടേൺ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് റോമൻ റെയിൻസിന് ഉടനെ ഒരു സിംഗിൾ മാച്ച് ലഭിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഇപ്പം റൂമറുകൾ വരുന്ന വെച്ചാൽ റോമൻ റെയിൻസിന് ഫാസ്റ്റ് ലൈനിൽ 8-man ടാഗ് മാച്ചോ അല്ലെങ്കിൽ 6-man ടാഗ് മാച്ചോ കാണുമെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ മാച്ചുകളാണ് നമുക്ക് നോക്കാം, ആരൊക്കെ മത്സരിക്കാൻ നമുക്ക് നോക്കാം. ഇനിയും തുടർന്നുള്ള റോ എപ്പിസോഡ് വെച്ച് ഷീൽഡ് റിയൂണിയൻ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ലൈനിൽ വെച്ച് നടക്കുന്ന 6-man ടാഗ് മാച്ച് ആരൊക്കെ മത്സരിക്കും വെച്ചാൽ സെത്ത് റോളിൻസ്, റോമൻ റെയിൻസ്, അതേപോലെ ഡീൻ ആംബ്രോസ് വേഴ്സസ് ബാരൺ കോർബൻ, ബോബി ലാഷ്ലി, ഡ്രൂ മാക്കിൻടയർ, അങ്ങനെ 6-man ടാഗ് മാച്ച് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ 8-man ടാഗ് മാച്ചിൽ ആരൊക്കെയാണ് മത്സരിക്കും വെച്ചാൽ റോമൻ റെയിൻസ്, സെത്ത് റോളിൻസ്, ഡീൻ ആംബ്രോസ്, ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ബാരൺ കോർബൻ, ബോബി ലാഷ്ലി, ഡ്രൂ മാക്കിൻടയർ, ലയസ്. ഒരു 8-man ടാഗ് മാച്ചാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ രണ്ട് മാച്ചിൽ ഏതിൻ്റെ ഒരെണ്ണം നടക്കാനാണ് വളരെ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഫാസ്റ്റ് ലൈനിൽ 6-man ടാഗ് മാച്ച് മതിയോ അതോ 8-man ടാഗ് മാച്ച് മതിയോ, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളും പല റെസ്ലേഴ്സ് ലൈവ് ടൂറിംഗ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.